കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അയ്യോ ഭൂമിയെ, എന്റെ രക്തം മൂടരുതേ, എന്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് നാം ഈ വചനം തന്നെ വായിച്ച് നാം ദൈവവചനം ശുശ്രൂഷിച്ചതാണ്, നാം വചനം കേട്ടതാണ്. പ്രൈസ് ലോർഡ്. എന്നാൽ ഇന്ന് വീണ്ടും ആ ദൈവവചന ഭാഗത്ത് വന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ദൈവം ചെയ്യാൻ പോകുന്ന വലിയ പ്രവർത്തികൾ, അഥവാ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ക്രൂശിലെ രക്തം, അത് മുഖാന്തരം നമുക്കുണ്ടായ മോചനം, രക്ഷ, ഹല്ലേലൂയ, അവയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുവാനായിട്ട് ദൈവസ്നേഹം ഒന്നിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ പഠിച്ചാൽ അറിയാം, സാത്താന്റെ മുമ്പിൽ പോലും യോബിനെ കുറിച്ച് യഹോവയായി ദൈവം നല്ലൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അവൻ നിഷ്കളങ്കനും നേരുള്ളവനുമെന്ന് 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം നിഷ്കളങ്കനും നേരുള്ളവനും നിർമ്മലനും ദൈവഭക്തനും ദോഷം വിട്ടങ്ങുന്നവനുമായിരുന്ന യോബിനെ കുറിച്ച് പോലും അല്ലെങ്കിൽ ദൈവം നല്ലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ സാത്താൻ പോലും പരാജയപ്പെടുന്ന ഒരു സാക്ഷ്യം യോബിനെ കുറിച്ച് യഹോവയെ ദൈവം പറഞ്ഞപ്പോഴാണ് യോബിന്റെ സ്നേഹിതന്മാർ വന്ന് യോബിനെ വീണ്ടും മുറിവേൽപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ സംസാരിക്കുന്നത്. യോബ് വലിയ പ്രത്യാഘാതത്തിലൂടെ കടന്നു പോവുകയാണ്. എന്റെ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ട്, എന്റെ വീട് നഷ്ടപ്പെട്ട്, മക്കള് 10 നഷ്ടപ്പെട്ട്, എല്ലാ ദുഃഖവേളയിലിരിക്കുമ്പോൾ ആ വ്യക്തിയെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം യോബിനെ വീണ്ടും മനസ്സിന്, ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ തന്റെ സ്നേഹിതന്മാരിൽ നിന്ന് കേട്ടപ്പോഴാണ് ദൈവാത്മാവ് യോബിൽ ഇറങ്ങി പ്രവർത്തിച്ച് ദൈവാത്മാവ് യോബിലേക്ക് വന്നിട്ട് യോബിനെ കൊണ്ട് ഈ വചനം പറയിപ്പിച്ചത്. അയ്യോ ഭൂമിയെ, എന്റെ രക്തം മൂടരുതേ, എന്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ രക്തം മൂടിക്കളയരുത്. പ്രൈസ് ലോർഡ്. യോബിന്റെ നിലവിളിയായിരുന്നു. അല്ലേ? ഈ രക്തത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ മുമ്പ് ആവർത്തിച്ച്, ഭൂമിയിലെ സകലരുടെയും രക്തം മൂടിക്കളയാം, പക്ഷെ യേശുവിന്റെ രക്തം മൂടിക്കളയാൻ പറ്റത്തില്ല. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റാലും സകല സംവിധാനങ്ങളും ഉപയോഗിച്ചാലും യേശുവിന്റെ രക്തം മൂടിക്കളയാൻ പറ്റത്തില്ല. അത് ജീവനുള്ള രക്തമായി ഇന്ന് പലരിലേക്കും ആ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? അത്ര ശ്രേഷ്ഠതയാണ് യേശുവിന്റെ രക്തം. അപ്പൊ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് നാം ചിന്തിക്കുകയും നാം പഠിക്കുകയും ചെയ്യുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാനും ധ്യാനിക്കാനും കഴിയുള്ളൂ. അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കും. അല്ലേ? ലോകത്തിൽ മനുഷ്യന്റെ രക്തത്തെക്കുറിച്ചും മൃഗങ്ങളുടെ പക്ഷിപർവ്വജാതികളുടെ രക്തത്തെക്കുറിച്ചും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ രക്തത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചാല് സാത്താന് പേടിയില്ല. അല്ലേ? എന്നാൽ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സാത്താൻ കിടുകിട വിറയ്ക്കും. പ്രൈസ് ലോർഡ്. അത്ര പേടിയാണ് സാത്താന് യേശുവിന്റെ രക്തത്തെക്കുറിച്ച്. അല്ലേ? അപ്പം കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ രക്തത്തെക്കുറിച്ച്, അല്ലേ, ജീവനുള്ള രക്തത്തെക്കുറിച്ച് അനുദിനം നമ്മൾ ചിന്തിക്കുകയും ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ആ രക്തത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുന്നത്. രക്തം ചെയ്യണം. ഏത് പാപിയായ മനുഷ്യനെയും മാനസാന്തരതയ്ക്ക് കൊണ്ടുവന്നവനെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കിയെടുത്ത് അല്ലുവിയ നിഷ്കളങ്കനും നിർമ്മലനും ദോഷം വിട്ടങ്ങുന്നതിനും ദൈവഭക്തനും ഒക്കെ ആക്കി തീർക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പം പാപത്തെ മറയ്ക്കുവാൻ, പാപത്തെ കഴുകിക്കളയുവാൻ, പാപത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ, മനുഷ്യനെ നേരായ പാതയിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഏക മാർഗമാണ്
യേശുവിന്റെ രക്തം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു നമുക്ക് എവിടെല്ലാം രക്തം നൽകി എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു ദൈവഭക്തന്റെ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗക്കുറിപ്പിനകത്ത് യേശുവിന്റെ രക്തത്തെക്കുറിച്ച് അദ്ദേഹം വളരെ സ്പഷ്ടമായ രീതിയിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. യേശുവിന്റെ രക്തം ചൊരിഞ്ഞ മേഖലകളൊക്കെ. അപ്പം ദൈവവചനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന അതിശക്തന്മാരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, ദൈവത്തിന്റെ ദാസിദാസന്മാർ നമ്മുടെ ഇടയിൽ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. അല്ലേരി, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞു, അത് മാനകുലത്തിന്റെ പാപത്തിനു വേണ്ടി ചൊരിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആ ഭാഗം സ്റ്റോപ്പ് ചെയ്യുക. അല്ലെ, യേശുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഭാഗം നിർത്തുമ്പോൾ ദൈവത്തിന്റെ വചനം അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ആ രക്തത്തെക്കുറിച്ച് തുറമാനം സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലേരിയ. അപ്പൊ യേശു ക്രിസ്തു എവിടെയെല്ലാം രക്തം ചൊരിയപ്പെട്ടു ആ സ്ഥലങ്ങളിൽ രക്തം ചൊരിയുവാൻ കാരണം അല്ലേരിയ നമ്മൾ മനസ്സിലാക്കണം. പ്രൈസലോ. ആദ്യമായി യേശു രക്തം ചൊരിഞ്ഞു എന്ന് പറയുന്നത് ഗത്സമന തോട്ടത്തിൽ വെച്ച് രക്തം ചീന്തി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പൊ യേശു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന് ദൂതൻ ഇറങ്ങി അവനെ ബലപ്പെടുത്തി. അപ്പൊ നമ്മൾ യേശുവിനെ കുറിച്ച് പ്രാണവേദനയിലായി, പ്രാണവേദനയായി, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെയായി യേശുവിന്റെ പ്രാർത്ഥന സമയത്ത്. അപ്പൊ ആദ്യമായി യേശു രക്തം ചൊരിയുന്നത് ഗത്സമന തോട്ടത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി യേശു രക്തം ചൊരിയുന്നത് എന്ന് പറയുന്നത് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് ചമ്മട്ടിയാൽ അടിക്കപ്പെട്ടപ്പോൾ രക്തം ചീന്തി. പീലാത്തോസിന്റെ അരമനയ്ക്ക് പുറത്ത് വെച്ച്. അപ്പം പെന്തിയോസ് പീലാത്തോസും ഒക്കെ ശക്തമായ രീതിയിൽ യേശുക്രിസ്തുവിനെ വിസ്തരിച്ചിട്ടും യേശുക്രിസ്തുവിന്റെ മേൽ ഒരു കുറ്റവും കണ്ടെടുക്കുവാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിച്ചെടുക്കാൻ വേണ്ടി യേശുവിനെ ക്രൂശീകരണത്തിന് വേണ്ടി പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ യേശുവിനെ ആ ന്യായാധിപന്റെ മുമ്പിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്നപ്പോൾ അരമനയ്ക്ക് പുറത്ത് വെച്ച് ഹല്ലേലൂയ ആമേൻ യേശു ക്രിസ്തുവിനെ അവർ വളരെ മൃഗീയമായി ചമ്മട്ടിയാൽ അടിച്ചു. അങ്ങനെ അവിടെയും യേശുവിന്റെ രക്തം ചൊരിഞ്ഞു. രണ്ടാമത്. മൂന്നാമതായി നാം ചിന്തിക്കുമ്പോൾ പീലാത്തോസിന്റെ അരമനയ്ക്ക് പുറത്ത് യഹൂദന്മാർ അവന് മുൾക്കിരീടം ധരിപ്പിച്ചപ്പോൾ അവൻ രക്തം ചീന്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്ന് സ്തോത്രം ആ മുൾക്കിരീടം യേശുവിന്റെ തലയിൽ അടിച്ചിറക്കിയപ്പോൾ ഹല്ലേലൂയ അവിടെയും യേശു രക്തം ചൊരിഞ്ഞു. അപ്പൊ ഈ മുൾക്കിരീടം യേശുവിന്റെ തലയിൽ അടിച്ചിറക്കിയപ്പോൾ ആ മുള്ളുകൾ യേശുവിന്റെ കൺപോളകൾ തുളച്ച് കണ്ണിനകത്ത് വരെ ഇറങ്ങിയെന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അപ്പോൾ നോക്കി എത്രമാത്രം ക്രൂരമായ ഉപദ്രവമായിരുന്നു. ആ വിഷമേറിയ മുള്ള് ആണിതറയ്ക്കും പോലെ യേശുക്രിസ്തുവിന്റെ തലയിൽ ശിരസിൽ അടിച്ചിറക്കുമ്പോൾ ആ മുള്ളുകളുടെ കൺപോളകൾ തുളച്ച് യേശുവിന്റെ കണ്ണിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ആ ശിരസിൽ നിന്ന് ഒഴുകി വന്ന രക്തമുണ്ടല്ലോ, ആ കൺപോളകൾ തുളച്ച് ആ മുള്ളിറങ്ങിപ്പോയപ്പോൾ ഒഴുകി വന്ന രക്തമുണ്ടല്ലോ, കണ്ണുനീര് പോലെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയ രക്തം നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. നീ ചെയ്തു പോയ അകൃത്യങ്ങൾ, നീ ചെയ്തു പോയ തെറ്റുകൾ, നീ ചെയ്തു പോയ പാപപ്രവർത്തികൾക്ക് ശുദ്ധീകരണമില്ലാതിരുന്നപ്പോൾ നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ, നിന്നെ വിശുദ്ധരാക്കി എടുക്കാൻ വേണ്ടി യേശുവിന്റെ ശിരസിൽ നിന്ന് ഒഴുകി വന്ന രക്തം, അതിനെ നീ തള്ളിക്കളയരുത്, മൂടിവെക്കാൻ നീ ശ്രമിക്കരുത്. സ്തോത്രം. ആ യേശുവിന്റെ രക്തത്താൽ നീ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനായി താങ്കൾ ഒരുങ്ങണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യേശു ക്രിസ്തുവിന്റെ തലയിൽ അടിച്ചിറക്കിയ മുൾക്കിരീടം നിങ്ങളുടെ പാപം മുഖാന്തരം നിങ്ങളുടെ മേൽ അടിച്ചിറക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയുമായിരുന്നു. ആ മുള്ളുകൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിയിറങ്ങുമ്പോൾ, ആ മുള്ളുകൾ കൺപോളകൾ തുളച്ച് കണ്ണിനകത്ത് ആഴമായി ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ലായിരുന്നു, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ യേശു നമുക്ക് വേണ്ടി അത് സഹിച്ചു എന്നുള്ളതാണ്.
നിങ്ങളുടെ കയ്യിൽ നിസ്സാര ഒരു മുട്ടുസൂചി കൊണ്ടാൽ നിങ്ങൾ എത്രമാത്രം വേദനിക്കും. നിങ്ങളുടെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം വേദനയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ശിരസിൽ അടിച്ചിറക്കിയ അമ്പുൾക്കിരീടം തന്റെ തലയിൽ അടിച്ചിറക്കുമ്പോൾ എത്രമാത്രം വേദന നമ്മുടെ യേശു അനുഭവിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മാനകുലത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനും എന്നെ അശുദ്ധിയിൽ നിന്ന് വിടുവിക്കുവാനും എന്റെ അകൃത്യങ്ങൾ എന്നെ വിടുവിച്ച് നേരായ പാതയിലേക്ക് കൊണ്ടുവന്നൊരു ദൈവഭക്തനായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് യേശു എനിക്ക് വേണ്ടി അമ്പുൾക്കിരീടം ധരിച്ചു എന്നുള്ളതാണ്. അപ്പൊ മൂന്നാമതായി ഇവിടെ പീലാത്തോസിന്റെ അരമനയ്ക്ക് പുറത്ത് വെച്ച് യഹൂദന്മാർ അവന് മുൾക്കിരീടം ധരിപ്പിച്ചപ്പോൾ രക്തം ചീന്തി. അല്ലൊരു സ്തോത്രം. സ്തോത്രം. ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ 3 പ്രാവശ്യവും അവൻ രക്തം ചീന്തി. അടുത്തത് ക്രൂശ് ചുമക്കുന്നതിന് മുമ്പ് ചീന്തിയ രക്തം. ഈ 3 പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് ചുമക്കുന്നതിന് മുമ്പ് ചീന്തിയ രക്തമാണ്. സ്തോത്രം. അപ്പം കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് ചുമക്കുന്നതിന് മുമ്പ് ഗെത്സമനയിൽ വെച്ചും പീലാത്തോസിന്റെ അരമനയ്ക്ക് പുറത്ത് വെച്ചും പീലാത്തോസിന്റെ അരമനയുടെ പുറത്ത് അവൻ മുൾക്കിരീടം അവന്റെ തലയിൽ അടിച്ചിറക്കിയപ്പോഴും ഈ 3 പ്രാവശ്യം യേശുവിന്റെ ശരീരത്തിലെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പം വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെ നമ്മൾ കയറിറങ്ങി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ വിലയേറിയ ശ്രേഷ്ഠതയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം 4-മതായി ക്രൂശിൽ ജീവനോടിരിക്കുമ്പോൾ കൈകളിൽ ക്രൂരമായി ആണി തറച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ ജീവനുണ്ട്. ഹല്ലേലൂയ. ജീവനുള്ള യേശുക്രിസ്തുവിന്റെ 2 കരങ്ങളും ക്രൂശിനോട് ചേർത്ത് വെച്ച് കാരിരുമ്പാണി അടിച്ചിറക്കിയപ്പോൾ അവൻ രക്തം നമുക്ക് വേണ്ടി ചീന്തി. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ കൈ അങ്ങനെ വെച്ചു കൊടുക്കുവോ? ഒരിക്കലും വെച്ചു കൊടുക്കത്തില്ല. മനസ്സോടെ യേശു 2 കരങ്ങളും അവരുടെ മുമ്പിൽ നീട്ടിക്കൊടുത്തു. തന്റെ കരങ്ങളിലൂടെ ആ വലിയ ആണി അടിച്ചിറങ്ങുമ്പോൾ അല്ലേ അവേദന സഹിച്ചുകൊണ്ട് അത് ഏറ്റെടുത്ത യേശു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിലെ തിന്മയെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകളെ നീക്കുവാൻ അവന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ആണിപ്പഴുതുകളാൽ തറയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം. 5-മതായി കാലുകളിൽ ആണി തറച്ചപ്പോൾ രക്തം ചീന്തി. അവന്റെ കാലുകൾ പൂട്ടിവെച്ച് കാരിരുമ്പാണി അടിച്ചിറക്കുമ്പോൾ അവന്റെ കാൽപാദത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. നീ നേരായ പാതയിലൂടെ നടക്കുവാൻ, നേരായ വഴിയിലൂടെ നടക്കാൻ വേണ്ടി, നിന്റെ കാലുകൾക്ക് സുരക്ഷിതത്വം നൽകുവാൻ, നിന്റെ പാതകളെ നേരെയാക്കുവാൻ വേണ്ടി യേശുവിന്റെ കാൽപാദം നമുക്ക് വേണ്ടി കാൽവറിയിൽ തുളയ്ക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഹല്ലേലൂയ നമുക്കതിനെക്കുറിച്ച് ആഴമേറിയൊരു ചിന്തയുണ്ടാകുള്ളൂ. അപ്പൊ യേശു നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആ ജീവനുള്ള രക്തം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ ഏത് പാപക്കറകളെ കഴുകി നിന്നെ വെടിപ്പാക്കിയെടുക്കുവാൻ യേശുവിന് കഴിയും കേട്ടോ. രക്തം ചെയ്യും. പാപത്താൽ നിറയപ്പെട്ട് പാപമോചനമില്ലാതെ കണ്ണുനീരിന്റെ തലയിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സ്തോത്രം. പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ വേണ്ടി ഉലകം ചുറ്റി നിങ്ങൾ നടക്കുമ്പോൾ, പാപശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ പലവിധമായ യാഗങ്ങളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന നിങ്ങൾ പലവിധമായ തീർത്ഥാടനങ്ങൾ ചെയ്യുമ്പോൾ, പലതും നിങ്ങൾ ചെയ്യുമ്പോൾ, പാപപരിഹാരത്തിന് നിങ്ങൾ ക്രൂശ് വേണ്ടി മലകൾ കയറുമ്പോൾ, പാപപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ മൃഗങ്ങളെ അറക്കുമ്പോൾ ഓർക്കണം, അതുകൊണ്ടൊന്നും നിന്റെ പാപത്തിന് പരിഹാരം വരത്തില്ല. മനുഷ്യൻ ചെയ്യുന്ന നീതിപ്രവർത്തികൾ കൊണ്ടൊന്നും മനുഷ്യന്റെ പാപത്തെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന്റെ നീതിപ്രവർത്തികളൊക്കെ കറപിരണ്ട തുണി പോലെ എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ശിവപ്രവാചകന്റെ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാകും. മനുഷ്യന്റെ നീതിപ്രവർത്തികളൊക്കെ കറപിരണ്ട തുണി പോലെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ നീതിപ്രവർത്തികൾ കൊണ്ടൊന്നും നിനക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്.
മനുഷ്യൻ ചെയ്യുന്ന യാതൊരുവിധ നീതിപ്രവൃത്തികൾ കൊണ്ടും മനുഷ്യൻ ചെയ്യുന്ന യാതൊരുവിധ കാര്യങ്ങൾ കൊണ്ടും അവന്റെ ജീവിതത്തിന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് നിത്യതയുടെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ കഴിയില്ല. നേരായ പാതയിലൂടെ നീ നടക്കുവാൻ, നിന്റെ പാതകളെ സുരക്ഷിതമാക്കാൻ വേണ്ടി യേശുവിന്റെ കാൽപാദം നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആമീൻ അല്ലെങ്കിൽ കരിരുമ്പാണിയാൽ തറയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആറാമതായി അവൻ മരിച്ചതിന് ശേഷം, അപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ ആറാമത്തെ ഭാഗം, അവൻ മരിച്ചതിന് ശേഷം ഹല്ലേലൂയ പടയാളികൾ അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇതാണ് അവസാനമായി ചിന്തിയ രക്തം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ 6 സ്ഥലങ്ങളിൽ യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം. ഒന്നാമതായി ഗെത്സമന തോട്ടത്തിൽ വെച്ച്, രണ്ടാമത് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് അരമനയിൽ വെച്ച് ചെമ്മട്ടിയാൽ അടിക്കപ്പെട്ടപ്പോൾ, മൂന്നാമതായി പീലാത്തോസിന്റെ അരമനയ്ക്ക് പുറത്ത് വെച്ച് യഹൂദന്മാർ മുൾക്കിരീടം ധരിപ്പിച്ചപ്പോൾ, നാലാമതായി ക്രൂശിൽ ജീവനോടെ ഇരിക്കും കൈകളിൽ ആണി തറച്ചപ്പോൾ, അഞ്ചാമതായി അവന്റെ കാലുകളിൽ ആണി തറച്ചപ്പോൾ, ആറാമതായി മരിച്ച ശേഷം അവന്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ടു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട് പാപത്തിന്റെ കറകളെ നോക്കി നമ്മെ ശുദ്ധീകരിച്ച് ഇത്രമാത്രം വെടിപ്പാക്കിയെടുത്ത് ദൈവത്തിന്റെ മകളായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അവസരം തന്നപ്പോൾ, ഹല്ലേലൂയ, അവസരത്തെ നിങ്ങൾ ദുർവിനിയോഗം ചെയ്യാതെ അവസരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. രക്തം ചെയ്യും. നിങ്ങൾക്ക് രണ്ടാമതൊരിക്കൽ നിങ്ങൾക്ക് ശുദ്ധീകരണം ലഭിക്കത്തില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശുദ്ധീകരണമുള്ളൂ. നിങ്ങളുടെ ആത്മാവെ നിങ്ങളുടെ ഭൂമിയിൽ മരിച്ച് നിങ്ങളുടെ മരണാനന്തരം നിങ്ങളുടെ ആത്മാവ് നിത്യമായി സ്വർഗത്തിലെത്തണമെങ്കിൽ, നിത്യമായി പരദീസിൽ നിങ്ങളുടെ ആത്മാവ് എത്തണമെങ്കിൽ, നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു അവസാനമായി ചൊരിഞ്ഞ രക്തത്താൽ അല്ലെങ്കിൽ നമ്മെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശു അവസാനം ചൊരിഞ്ഞ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് നമ്മൾക്ക് സ്തോത്രം കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. പാപത്തിൽ നിറയപ്പെട്ട് കിടന്ന പാപഭംഗിരമായ ജീവിതം നയിച്ച് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ പിശാചിന്റെ അടിമത്തത്തിൽ വീണുപോയ, പിശാചിന്റെ പ്രലോഭനത്തിലൂടെ പാപികളായ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു അവസാനത്തിൽ രക്തം വരെ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. ആ രക്തത്തിന്റെ വിലയാണ്. എന്തിനാണ് യേശു രക്തം ചിന്തിനെ വീണ്ടെടുത്തത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ വസിക്കുവാൻ, ദൈവത്തിന്റെ മന്ദിരമായി നിന്നെ മാറ്റുവാൻ, ദൈവത്തിന്റെ ആലയമായി നിന്നെ മാറ്റുവാൻ, ദൈവത്തിന്റെ ഭവനമായി നിന്നെ മാറ്റുവാൻ, ദൈവത്തിന്റെ പ്രാർത്ഥനാ ഭവനമായി നിന്നെ മാറ്റുവാൻ വേണ്ടി, നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്, കർത്താവ് യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടിയിട്ട് യേശു നിന്നെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടി അവൻ അവസാനത്തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ഒഴുകി. അത് അങ്ങനെയാണ് യേശു നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. അപ്പൊ യേശു നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കർത്താവിന് നമ്മെ വസിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള സാത്താന്യ ശക്തികളല്ല നിന്റെ ഉള്ളിൽ വസിക്കേണ്ടത്. ലോകത്തിലുള്ള സകല പൈശാചിക ശക്തികൾക്കും വേണ്ടിയിട്ടല്ല നിന്റെ ഹൃദയം തുറന്നു കൊടുക്കേണ്ടത്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നമ്മെ തീർത്തെടുക്കാൻ വേണ്ടി, കർത്താവിനെ വസിക്കുവാൻ വേണ്ടിയുള്ള മന്ദിരമാക്കി തീർത്തെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ മന്ദിരം എന്ന് പറയുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ കുറിച്ചാണ്. അതുപോലെ പരിശുദ്ധാത്മാവാം ദൈവം അതിവസിക്കുന്ന വിശ്വാസിയുടെ ശരീരവും അതിവിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശ്വാസിയുടെ ഹൃദയം അതിപരിശുദ്ധ സ്ഥലമാണ്. പഴയ നിയമ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിവിശുദ്ധ സ്ഥലത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. പ്രകാരവും വിശുദ്ധ സ്ഥലവും പിന്നെ അതിപരിശുദ്ധ സ്ഥലവും. അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതന്മാർക്ക് കടന്നിരുവോ കഴിയുമായിരുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ
കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ഹൃദയം അതിപരിശുദ്ധ സ്ഥലമാക്കി മാറ്റി, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കി മാറ്റി, ദൈവത്തിന് വസിക്കുവാൻ. അല്ലേ, അതിനു വേണ്ടിയിട്ടാണ് യേശു നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുന്നത്. ലേറിയ ഇവിടെ സ്തോത്രം. അല്ലെ, ദൈവത്തിന്റെ സഭയെയും അല്ലിയ മന്ദിരമായിട്ട് എഫേസ്യ ലേഖനം 2:21 കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 2:19 വാക്യങ്ങളിൽ കർത്താവ് തന്റെ ശരീരത്തെ മന്ദിരമെന്ന് വിളിച്ചിരിക്കുന്നു. കൊരിന്തിൽ അഫ്രോഡൈറ്റ് ദേവിയുടെ ക്ഷേത്രത്തിൽ ദുർനടപ്പ് വഴി ആരാധന നടത്തുവാൻ സഹായിക്കേണ്ടതിന് ധാരാളം ദേവദാസികൾ ഉണ്ടായിരുന്നു. പിന്നീട് ദൈവിക ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് ദുർനടപ്പുണ്ടാകുവാൻ ഇവരുടെ കടന്നുകയറ്റം മുഖാന്തരമായി തീർന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കാൻ കാണാൻ കഴിയും. അല്ലേറിയ അതുകൊണ്ട് ആ ഒരു അനുഭവത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവഹിതമനുസരിച്ച് ശരീരത്തെ നിർമ്മലമായി സൂക്ഷിച്ച് നിന്റെ ഹൃദയമാകുന്ന അതിപരിശുദ്ധ സ്ഥലത്തിനകത്ത് പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ നീ ഇടം കൊടുക്കണം. നീ ദൈവത്തിന്റെ മന്ദിരമായി മാറണം. രക്തം ചെയ്യുന്നു. അപ്പൊ നിന്റെ ഉള്ളിലേക്ക് യാതൊരുവിധ ദുർനടപ്പിന്റെ അനുഭവം, നിന്റെ ഹൃദയത്തിൽ യാതൊരു ദുർനടപ്പിന്റെ അനുഭവം കടന്നുകൂടാതെ നിന്നെ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം യേശു ക്രിസ്തു തന്റെ അവസാനത്തുള്ള രക്തം നിനക്ക് വേണ്ടി തന്ന് നിന്നെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മളൊക്കെ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമായി മാറുവാൻ, ദൈവത്തിന്റെ മന്ദിരമായി തീരുവാൻ കർത്താവ് നിന്നെ ഇന്നും ആഹ്വാനം ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, നിന്റെ ജീവിതം പാപത്തിന് വിട്ടുകൊടുത്ത്, പാപ സ്വഭാവത്തിന് വിട്ടുകൊടുത്ത്, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നീ സകല ദുഷ്ടതയ്ക്കും വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കാതെ, സകല പൈശാചികമായ ബന്ധനങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വസിക്കാതെ നിന്നെ വെടിപ്പാക്കി എടുത്ത് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന് വസിക്കത്തക്ക നിലയിൽ ഇന്ന് പകൽ നിന്നെ ഒരുക്കിയെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച നിന്നെ ഹല്ലേലൂയ സാത്താൻ അടർത്തി മാറ്റി, സാത്താൻ വശീകരിച്ച് പ്രലോഭനത്തിലൂടെ നിന്നെ മാറ്റിയെടുത്ത് നിന്റെ കുടുംബത്തിൽ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ലോകത്തിൽ ആർക്കും മൂടിക്കളയാൻ കഴിയാത്ത യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിന്റെ വില നീ തിരിച്ചറിയണം. രക്തം ചെയ്യും. ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ നിറയപ്പെട്ട് ജീവിതത്തിൽ സമാധാനമില്ലാതെ കണ്ണുനീരിന്റെ നിലവിലൂടെ മാരകമായി വ്യാധികൾ പിടിച്ച് സ്വസ്ഥതയില്ലാതെ അനുഭവത്തിൽ കുടുംബങ്ങൾ കടന്നു പോകുമ്പോൾ, മോചനത്തിന് വേണ്ടി പല വഴികളും പല യാത്രകളും ചെയ്യുമ്പോൾ, വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരുന്നിട്ടും ഒന്നിനും മറുപടിയില്ലാതെ എല്ലായിടത്തും മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശുവിന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ട് ഹല്ലേലൂയ നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി എപ്പോൾ നീ സമർപ്പിക്കുന്നോ ആ സമയം നിന്റെ കുടുംബത്തിന്റെ ശാപം മാറാൻ തുടങ്ങും. രക്തം ചെയ്യും. അപ്പൊ നിന്റെ കുടുംബത്തിന്റെ ശാപം മാറുവാൻ നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഇന്നലകളിൽ നിങ്ങൾ ചെയ്തു പോന്ന സകല ദുഷ്പ്രവൃത്തികളും വിട്ടിട്ട്, സകല ദുർനടപ്പും വിട്ടിട്ട് കർത്താവായ യേശുവിന് വേണ്ടി നിന്നെ നിർമ്മലകനിയായി സമർപ്പിക്കണം. രക്തം ചെയ്യും. അപ്പം ദൈവത്തിന്റെ വചനം അങ്ങനെയൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മെ വിലയ്ക്ക് വാങ്ങി അവന്റെ രക്തം കൊടുത്ത്. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ 6 മണിക്കൂർ തൂങ്ങിയെന്നാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുവാൻ കാണുന്നുണ്ട്. കർത്താവ് എല്ലാത്തെയും സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയിലുള്ള എല്ലാ സസ്യാദികളെയും എല്ലാം സൃഷ്ടിച്ചു, പക്ഷിപ്രജാതികളെ സൃഷ്ടിച്ചു. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. 6-ാം ദിവസം തന്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു 6 മണിക്കൂർ ക്രൂശിൽ തൂങ്ങി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ തൂങ്ങിക്കിടന്നു എന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അപ്പം രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 3 മണി വരെ അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ടു. പ്രൈസലോ. ഏത് കരങ്ങൾ കൊണ്ട് നമ്മെ സൃഷ്ടിച്ചോ ആ കരങ്ങളിൽ തന്നെ ഈ ലോകം ആണിയടിച്ചിറക്കിയെന്ന്. യഹോവയായ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത കരങ്ങളിലേക്ക് കർത്താവിനെ സൃഷ്ടിക്കപ്പെട്ട ജനം യാതൊരു ദയയില്ലാതെ, യാതൊരു മനസ്സരിവില്ലാതെ, യാതൊരു കരുണയുമില്ലാതെ
ആമീൻ കുറ്റവാളിയെ ആമീൻ ക്രൂശിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഒരു ആണി അടിച്ചിറക്കി. അതാണ് ഈ ലോകം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇന്നും അതാ ഈ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ കരങ്ങൾ നമുക്ക് വേണ്ടി നീട്ടിത്തന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം സ്തോത്രം. അവൻ ചീന്തിയ രക്തത്തിലൂടെ 6 അനുഗ്രഹങ്ങൾ ദൈവം മനുഷ്യർക്ക് തന്നു. യേശു 6 സ്ഥലത്ത് അവൻ രക്തം ചൊരിഞ്ഞു. ഹല്ലേലൂയ. 6 മണിക്കൂർ ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങിക്കിടന്നു. 6 അനുഗ്രഹങ്ങളെ നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. 6 അനുഗ്രഹങ്ങൾ നമുക്ക് തന്നതിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ് യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ആണി തറയപ്പെട്ട അവന്റെ രക്തം വാർന്നൊഴുകിയത് കൊണ്ട് നമുക്ക് കിട്ടിയ 6 അനുഗ്രഹങ്ങൾ. ഒന്നാമത്തെ അനുഗ്രഹം ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചീന്തിയ രക്തം അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും പ്രാർത്ഥനാ വീരന്മാരാക്കി മാറ്റി. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു ഗെത്സമനയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തം മുഖാന്തരം ആമീൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവഭക്തനെയും ഓരോ വിശ്വാസിയും പ്രാർത്ഥനാ വീരന്മാരാക്കി, പ്രാർത്ഥന പോരാളികളാക്കി മാറ്റി. പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ഉത്സാഹം, വലിയൊരു ആഹ്വാനം നമ്മുടെ ഹൃദയത്തിൽ തന്നു. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? നമ്മെ ഒരു പ്രാർത്ഥന വീരനാക്കി മാറ്റി. രണ്ടാമത് ചമ്പട്ടിയാൽ ശരീരം മുഴുവനും അടിപ്പിടരുകളാൽ ചികിത്സതിനാൽ ദൈവമക്കൾക്ക് സൗഖ്യം പ്രാപിക്കുവാനുള്ള ശക്തി. അവന്റെ ശരീരം മുഴുവൻ ചമ്മട്ടിയാൽ അടിക്കപ്പെട്ടതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ അവരവസരമായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ച ദൈവത്തിന്റെ വചനമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-24 വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. യേശു രണ്ടാമത് അവൻ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് വലിയൊരു സൗഖ്യത്തെ കിട്ടി. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും പറഞ്ഞ യേശുവിന്റെ രക്തത്താൽ നിന്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ആമീൻ, യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപത്തിന്റെ കറകൾ കഴുകി ശുദ്ധീകരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? യേശുവിന്റെ രക്തം ആമീൻ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടപ്പോൾ അവന്റെ അടിപ്പിണരുകൾ നമുക്ക് വേണ്ടി പിളർന്നപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള ശക്തി കിട്ടി. മൂന്നാമതായിട്ട് മുൾക്കിരീടം ധരിച്ചതിനാൽ ആമീൻ അത് മുഖാന്തരം ഉണ്ടായി രക്തം മുഖാന്തരം നമ്മുടെ പാപങ്ങളെ നീക്കി. മൂന്നാമത്തെ കാര്യം എന്താണ്? യേശു നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പാപങ്ങൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ശാപങ്ങൾ മുഴുവൻ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ പഠിക്കാൻ കഴിയും. ഗലാത്യ ലേഖനം 3-13 വാക്യം വായിക്കും കാണുന്നുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. കണ്ടോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറുവാൻ, നിന്റെ ജീവിതത്തിന്റെ ശാപങ്ങൾ മാറുവാൻ, നിന്റെ തലമുറയുടെ ശാപങ്ങൾ മാറുവാൻ, പിതാക്കന്മാർ മുഖാന്തരം ജീവിതത്തിന്റെ കുടുംബത്തിനും മുക്കാമി നിൽക്കുന്ന പാപശാപങ്ങളെ നീക്കുവാൻ വേണ്ടി യേശു നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ ശാപമായി മാറി. അവൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ആ രക്തം ചൊരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ നിന്റെ ശാപങ്ങളെ ദൈവം മാറ്റി തന്നു. യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അവൻ ചൊരിഞ്ഞ രക്തത്താൽ ലഭിച്ചു. നാലാമതായി അവന്റെ കൈകളിൽ ആണി തറച്ചപ്പോൾ ചീന്തിയ രക്തം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്ക ശക്തിയുള്ളതായി മാറി. യേശു ക്രിസ്തുവിന്റെ കൈകളിൽ ആണി തറച്ചപ്പോൾ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ ഹല്ലേലൂയ ആമേൻ ക്ഷമിപ്പാൻ ആമേൻ തക്ക ശക്തിയുള്ള രക്തമായി മാറി. പക്ഷെ യേശു ക്രിസ്തുവിൽ അതുണ്ടായിരുന്നു, മനുഷ്യരതില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് തന്റെ കരങ്ങളിൽ ആണിയടിച്ചിറക്കിയപ്പോൾ, തന്റെ തന്റെ കാൽപാദങ്ങളിൽ ആണിയടിച്ചിറക്കിയപ്പോൾ, തന്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ എന്ത് ചെയ്തു? തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കുവാനുള്ള ശക്തി യേശുവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുവിനെ ക്രൂശിച്ചപ്പോൾ കടന്നു പോകുന്ന തലകുലുക്കിക്കൊണ്ട് കള്ളനെന്നും ചതിയനെന്നും ബെൽസെബൂലെന്നും കുലപാതകനെന്നും ഒക്കെ വിളിച്ചവന്റെ കണ്ണത്തടിച്ചവന്റെ മുഖത്ത് തുപ്പി ആമൻ അവനെ പരിഹസിച്ചപ്പോഴും ഹല്ലേലൂയ അവന് കുടിക്കാൻ കയ്പ് കൊടുത്തപ്പോഴും ചുരുക്കം കൊടുത്തപ്പോഴും ഒക്കെ യേശു അതെല്ലാം സഹിച്ചുകൊണ്ട് യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്.
അല്ലേ? അതേ സ്തോത്രം. തന്റെ മുമ്പിൽ നിൽക്കുന്ന കുറ്റവാളികളോട് ക്ഷമിക്കുവാൻ ഉള്ള ശക്തി യേശു നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന്റെ രക്തത്താൽ നിനക്ക് ലഭിക്കപ്പെട്ട, നിനക്ക് നൽകപ്പെടുന്ന മറ്റുള്ളവരോട് ക്ഷമിപ്പാനുള്ള ശക്തി, ഹല്ലേലൂയ, അത് നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മറ്റുള്ളവർ ക്ഷമിക്കുവാൻ കഴിയണം. അല്ലെങ്കിൽ യേശുവിന്റെ രക്തം മറ്റുള്ളവർ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ മറ്റുള്ളവർ ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? കുടുംബത്തിൽ സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, ദൈവമക്കൾ തമ്മിൽ, ദൈവസഭയ്ക്ക് അകത്തും പുറത്തും, ദൈവദാസന്മാർ തമ്മിലും, വിശ്വാസികൾ തമ്മിലും, മാതാപിതാക്കളോടും മക്കളോടും പരസ്പരം ജീവിക്കുന്ന എല്ലാ മേഖലയിലും നമുക്ക് ക്ഷമിക്കുവാനുള്ള കൃപയില്ല. നമ്മൾ പറയുമ്പോൾ ദൈവമക്കളാണ്, പറയുമ്പോൾ നമ്മൾ വിശ്വാസികളാണ്, പക്ഷെ പരസ്പരം ക്ഷമിക്കുവാനുള്ള ശക്തി നമുക്കില്ല. പക്ഷെ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ നമുക്കത് കാണിച്ചു തന്നില്ലേ? തന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള ശക്തി ആ രക്തം ധാരനായി ഒഴുകിയപ്പോൾ യേശു നമുക്ക് കാണിച്ചു തന്നില്ലേ? എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ എല്ലാവരും ക്ഷമിക്കുവാൻ നിനക്ക് കഴിയണം. എല്ലാവരും ക്ഷമിക്കുവാനുള്ള ശക്തി നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ, എല്ലാവരും ക്ഷമിക്കുവാൻ കഴിയണമെന്ന് യേശുവിന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിക്കണം. രക്തം ചെയ്യണം. യഥാർത്ഥമായി യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് സഹോദരനോട് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നത്. ഹല്ലേലൂയ. നിന്റെ കൂട്ടു സഹോദരനോട്, നിന്റെ കൂട്ടു വിശ്വാസികളോട്, നിന്റെ കുടുംബത്തിലുള്ളവർ നിനക്ക് ക്ഷമിക്കുവാൻ കഴിയണമെങ്കിൽ നീ യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കണം, വീണ്ടെടുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നീ ക്ഷമ കിട്ടത്തില്ലെന്ന. അപ്പൊ നാലാമത് എന്താണ്? ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചീന്തിയ രക്തം ഓരോ വിശ്വാസിയും പ്രാർത്ഥന വീരന്മാരാക്കി മാറ്റുന്ന വായിച്ച് നമ്മൾ താഴോട്ട് വന്ന് നാലാമത്തെ ഭാഗം വായിച്ചാൽ കൈകളിൽ ആണി തറച്ചപ്പോൾ ചീന്തിയ രക്തം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ തക്ക ശക്തിയുള്ളത്. അഞ്ചാമത്തെ കാര്യം, കാലുകളിൽ ആണി തറച്ച് ചീന്തിയ രക്തം, രക്തം ശത്രുവിന്റെ തലയെ തകർത്ത് പൈശാചിക പ്രവൃത്തികളെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിലെ ഹല്ലേലൂയ സ്തോത്രം. മരണം തന്റെ കാലുകളിൽ ആണിയടിച്ചിറക്കിയപ്പോൾ, കാലുകളിൽ ധാരധാരയായി ഒഴുകിയ രക്തം സാത്താന്റെ തലയെ തകർത്തു, പിശാചിന്റെ പ്രവർത്തികളെ തകർത്തു. നിനക്ക്, നിന്റെ കുടുംബത്തിനും, നിനക്ക്, നിന്റെ ജീവിതത്തിനും, നിന്റെ ജോലിക്കും, നിന്റെ ബിസിനസ്സിനും, നിന്റെ കൃഷികൾക്കും, നിന്റെ തലമുറയ്ക്കും, നിന്റെ തലമുറ പഠനത്തിനും, നിന്റെ ഭാവി നന്മയ്ക്ക്, നിന്റെ രക്ഷയ്ക്ക് മുഴുവൻ തടസ്സമായി നിൽക്കുന്ന സാത്താന്റെ ശക്തിയെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ അവന്റെ കാൽപാദത്തിൽ ആണിയടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ യേശുവിന്റെ കാൽപാദം കൊണ്ട് സാത്താന്റെ തലയെ തകർത്ത് കളഞ്ഞു. നീ അതിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ അല്ലെ മഹത്വം നിങ്ങൾ മനസ്സിലായോ? യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ തിരിച്ചറിയ. സാത്താന്റെ തലയെ തകർത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പല കുടുംബങ്ങൾക്കകത്ത് നമ്മൾ ചിന്തിക്കും, പല വ്യക്തികളെ കുറിച്ച് സംസാരിക്കും, പലരും പ്രാർത്ഥിക്കുവാനൊക്കെ നമ്മൾ പറയുന്നത് ഭയങ്കര പോരാട്ടമാണ്, വെല്ലുവിളിയാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്ന, ഉയരുവാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരാ, എന്നും കഷ്ടങ്ങളാണ്, കുടുംബത്തിനകത്ത് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല, രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥമായി ഇന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ കാൽപാദത്തിൽ കാലിനും പാണി അടിച്ചിറങ്ങിയപ്പോൾ അവന്റെ കാൽപാദത്തിൽ ധാരധാരിയായി ഒഴുകിയ രക്തം സാത്താന്റെ തലയെ തകർത്തതാണ്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിനക്ക് വേണ്ടി സാത്താന്റെ തലയെ തകർത്ത രക്തമുണ്ടല്ലോ, രക്തമുണ്ടല്ലോ, അത് നിന്റെ കുടുംബത്തിന്മേൽ നിൽക്കുന്ന സകല പാപങ്ങളെ ശാപത്തിൽ തകർത്ത് കളയുന്നതാണ്. സാത്താന് നിന്റെ കുടുംബത്തോടെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശുവിന്റെ രക്തം നിന്റെ കുടുംബത്തിന് അടയാളമായി മാറട്ടെ. യേശുവിന്റെ രക്തം നിന്റെ കുടുംബത്തിന് അടയാളമായി മാറണം. യേശുവിന്റെ രക്തം നിന്റെ ജീവിതത്തിന് അടയാളമായി മാറണം. യേശുവിന്റെ രക്തം നിന്റെ തലമുറയ്ക്ക് അടയാളമായി മാറണം. യേശുവിന്റെ രക്തം നിന്റെ സകല പ്രവൃത്തിയിലും വെളിപ്പെട്ട് നിൽക്കണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ സകല പ്രവൃത്തിയിലും വെളിപ്പെട്ട് നിൽക്കുമ്പോൾ പിശാച് നിന്റെ അരികിൽ അടുക്കത്തില്ല. അല്ലേ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. രക്തം ചെയ്യും. അതുകൊണ്ട് യേശുവിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞ് പിശാച് അങ്ങ് വിറയ്ക്കാൻ തുടങ്ങുന്ന, അവൻ പേടിയാ, ഭയമാണ് പിശാചിന്. സാത്താന്റെ തലയെ തകർത്തതാണ് ക്രൂശിലെ രക്തം.
ഈശ്വരോ. അപ്പം നല്ലൊരു ആറാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ആറാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, വിലാപ്പുറത്തുനിന്ന് ഒഴുകിയ രക്തം കർത്താവിയെ നമ്മെ മണവാട്ടിയാക്കി മാറ്റി. അല്ലൊരു അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന അവസാനം രക്തവും വെള്ളവും കൂടെ പുറപ്പെട്ടപ്പോൾ പാപത്തിൽ നിറയപ്പെട്ട് കിടന്ന, ശാപത്തിൽ നിറയപ്പെട്ട് സമാധാനമില്ലാതെ കിടന്ന ജനത്തെ, യേശുവിൽ വിശ്വസിക്കുന്ന ജനത്തെ അവന്റെ മണവാട്ടിയാക്കി മാറ്റി. ഇപ്പൊ നമുക്ക് ലഭിച്ച 6 അനുഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊക്കെ ആരാണ്? ദൈവത്തിന്റെ മണവാട്ടിയ. ഹല്ലേലൂയ. നമ്മുടെ മണവാളൻ മധ്യാകാശത്തിൽ വരാൻ സമയമായി. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടി സഭയെ യേശു ചേർക്കും. ഹല്ലേലൂയ. മണവാളൻ വരാൻ സമയമായി. അല്ലേലി. അപ്പൊ എന്താണ്? അവന്റെ വിലാപ്പുറം അവൻ തുറന്ന രക്തം വെള്ളം ചീന്തിപ്പോ അവന്റെ മണവാട്ടിയാക്കി മാറ്റി. അവൻ ദൈവത്തിന്റെ സഭയെ നിഷ്കളങ്കരായ പരിപൂർണമായ മനുഷ്യരാക്കി ദൈവസനയിൽ നമ്മെ നിലനിർത്തുക. അല്ലേലി. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നു, കാണാൻ കഴിയുന്നത്. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുമെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തെ കുറിച്ച് കർത്താവ് പറയാണ്. അന്ന് പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലത്ത് പറഞ്ഞത് എന്താ? വക്രതയും കോട്ടവുമുള്ള തലമുറ. ഇന്നും അതന്നെ, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ നിങ്ങൾ ശുദ്ധരായി തീരണം, ദൈവത്തിന്റെ മണവാട്ടിയായി മാറണം. അതായത് കർത്താവ് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ആ രക്തത്തിന്റെ മഹത്വം. ഞാനതോട് ആവർത്തിച്ച് പറയാം നിങ്ങളോട്, യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, 6 അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. അതിനൊന്നാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ഹല്ലേലൂയ നമ്മെ ചൊരിയത് രക്ത പ്രാർത്ഥന പോലെ വീരാന്മാരാക്കി മാറ്റി. 2 അടിപ്പിണരുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മുറുകെ പിണർന്നപ്പോൾ നമ്മെ സൗഖ്യത്തിന് ശക്തി തന്നു. മുൾക്കിരീടം ധരിച്ചത് കൊണ്ട് നമ്മുടെ ശാപങ്ങളെ മാറി. അല്ലൊരു സോദരം കൈകളിൽ ആണിതറയ്ക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്ക ശക്തി നമുക്ക് ലഭിച്ചു. 5-ാമതായി ആണികൾ തറച്ചു രക്തം ശത്രുവിന്റെ തലയെ തകർത്തു. 6-ാമതായി വിലാപ്പുറം നമുക്ക് വേണ്ടി കുത്തി തുറന്നപ്പോൾ ദൈവം നമ്മെ തന്നെ മണവാട്ടി സഭയാക്കി മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ 1 യോഹന്നാന്റെ ലേഖനം ഹല്ലേലൂയ സ്തോത്രം 1-ന്റെ 7 വായിക്കും കാണുന്നത്, തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോകി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെന്തിനെ ശുദ്ധീകരിക്കുവാൻ? യേശുവിന്റെ രക്തത്തിലേ കഴിയുള്ളൂ. ഞാൻ മുമ്പൊന്ന് പറഞ്ഞു, നിന്റെ വീടിന്റെ അടയാളം യേശുവിന്റെ രക്തമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ അടയാളം യേശുവിന്റെ രക്തമായി മാറണം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നിന്റെ ഭവനത്തിന്റെ അടയാളമായി മാറിയ നിന്റെ ഭവനത്തോട് പോരാടുന്ന സകല ദുഷ്ടശക്തികളെയും ദേശത്തിന്റെ പോരുകളെയും എല്ലാ വരത്തുപോക്ക് ശക്തികളെയും ദൈവം നീക്കിക്കളയും. നിന്റെ ഭവനത്തിന്റെ തൊടാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയത്തില്ലേ, എന്റെ പാസ്റ്ററേ, ആഭിചാരവും മന്ത്രവാദവും കൂടോത്രവും ക്ഷുദ്രവും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ അവരങ്ങ് തകർക്കാൻ നശിപ്പിക്കുക. എന്റെ മക്കൾക്ക് വേണ്ടി അത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, കൈവിഷം തന്നു, അത് തന്നു, ഇത് തന്നു, അങ്ങനെ ഭയങ്കര ക്ഷുദ്രപ്രയോഗം ചെയ്തു, വീടിന്റെ അവിടെ അതുകൊണ്ടിരുന്നു ഇത് കൊണ്ടിരുന്നൊക്കെ ചിലര് പറഞ്ഞ് കണ്ണുനീരോടെ നിലവിളിക്കുന്നവർ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ ഇങ്ങനെയുള്ള അന്ധകാരങ്ങൾ കടന്നു വരുന്നത്? യേശുവിന്റെ രക്തത്താൽ നിന്റെ ഭവനത്തിൽ നിന്നെ അടയാളം വെക്കാത്തത് കൊണ്ട് നിനക്കെതിരെ എല്ലാ പോരുകളും കടന്നു വരും. ഹല്ലേലൂയ. അതിന് നിങ്ങൾ സംഖ്യാപുസ്തകമാണ്, ആഭിചാരം യാക്കോബിനെ ഭരിക്കില്ല, ലക്ഷവിദ്യ ഇസ്രായേലിന് ഭരിക്കില്ലെന്നാണ്. അപ്പൊ ആഭിചാരം, മന്ത്രവാദം, ലക്ഷവിദ്യകൾ, ക്ഷുദ്രപ്രയോഗങ്ങളൊന്നും ദൈവമക്കൾക്ക് ഭരിക്കത്തില്ല, ലക്ഷവിദ്യയൊന്നും ഭരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? യേശുവിന്റെ രക്തത്താൽ നീ അടയാളം ഇട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം നിനക്ക് മുദ്രയാണെങ്കിൽ ഈ ലോകത്തിന് ഒരു ശക്തിയെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ രക്തത്താൽ നിന്റെ ഭവനത്തെ അടയാളം ഇട്ടാൽ ഒരു ആഭിചാര ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രക്തം ചെയ്യും. ഇനി നിങ്ങൾ ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, ദുഷ്ടതയുണ്ട്, കൂടോത്രമുണ്ട്, ക്ഷുദ്രമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കലങ്ങി മറിയരുത് കേട്ടോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം. എന്നിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രക്തം നിന്റെ കുടുംബത്തിന് അടയാളമായി മാറട്ടെ. ഹല്ലേലൂയ.
ഒരു രക്തത്തെക്കുറിച്ച് ഏതൊരു ഡോക്ടർമാർക്കും വിജ്ഞാനികൾക്കും അറിയാത്ത മഹത്തായ ഒരു രഹസ്യം വേദപുസ്തകത്തിലുണ്ട്. രക്തത്തെക്കുറിച്ച് ഒരു ഡോക്ടർമാർക്കും വിജ്ഞാനികൾക്കും അറിയാത്ത അതിമഹത്തായ രഹസ്യമാണ് വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. രക്തത്തിനൊരു ശബ്ദമുണ്ട്, രക്തത്തിനൊരു ധ്വനിയുണ്ട്, രക്തത്തിനൊരു ഭാഷയുണ്ട്. അത് സ്വർഗം വരെ എത്തുന്നെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4:10 നമ്മൾ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ്? രക്തത്തിനൊരു ഭാഷയുണ്ട്, രക്തത്തിനൊരു ശബ്ദമുണ്ട്, രക്തധ്വനിയുണ്ട്. അത് സ്വർഗം വരെ എത്തുന്നതാണ്. അത് ജീവനുള്ള രക്തമാണ്. അത് യേശുവിന്റെ രക്തമാണ്. അതിനെ ആർക്കും മൂടിക്കളയാൻ കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ക്രിസ്തുവിന്റെ രക്തം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പിതാവിനോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം. എബ്രായ ലേഖനം 10:20 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 10:20, ആമേൻ, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്ന് അവിടെ കാണുന്നുണ്ട്. അവന്റെ രക്തത്താൽ ആമേൻ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ആ ഭാഗം വിവരിക്കാൻ നമുക്ക് സമയമില്ല. സമയം കഴിയുമെങ്കിൽ അടുത്ത ദിവസമൊക്കെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവൻ രക്തത്താലാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത്. എന്നെ കേൾക്കുന്ന മാതാപി പിതാവ്, ഇന്ന് നീ കണ്ണുനീരിന്റെ തലയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്ന ദൂത്, അയ്യോ ഭൂമിയെ എന്റെ രക്തം മൂടരുതേ, എന്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുത് എന്ന് ദൈവവചനം വായിക്കുന്നത് പോലെ ഇന്ന് പകൽ ആമേൻ യേശുവിന്റെ രക്തത്തെ മൂടി വെക്കുവാൻ സാത്താന് കഴിയില്ല. യേശുവിന്റെ രക്തത്തെ മൂടുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. യേശുവിന്റെ രക്തത്തെ മൂടുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയത്തില്ല. യേശുവിന്റെ രക്തത്തെ മൂടുവാൻ ഇവിടുത്തെ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും കഴിയത്തില്ല. യേശുവിന്റെ രക്തത്തെ മൂടുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ കഴിയത്തില്ല. ഈ ഭൂമി മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിക്ക് പോലും യേശുവിന്റെ രക്തത്തെ മൂടിക്കളയാൻ കഴിയത്തില്ല. അത് ജീവനുള്ള രക്തമാണ്, അത് ജീവിപ്പിക്കുന്ന രക്തമാണ്, മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്, മനുഷ്യന് നിത്യജീവൻ നൽകുന്ന രക്തമാണ്. ഹല്ലേലൂയ. അത് ഗിലെയാദിന്റെ സുഗന്ധ തൈലം പോലെ വാസന പരത്തുന്ന രക്തമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്റെ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത കുടുംബത്തിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ നിനക്കൊരു സ്വസ്ഥത, ഒരു സമാധാനം നൽകുവാൻ യേശു ക്രൂശിച്ചൊരിഞ്ഞ ആ രക്തത്താൽ നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥന, യേശുവിന്റെ രക്തം നിന്റെ വീടിന്റെ, നിന്റെ ജീവിതത്തിന്റെ, നിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ അടയാളമായി മാറട്ടെ. പിശാച് നിന്റെ കണ്ണും ഓടിപ്പോകും. ഇന്ന് പകൽ കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ അടിയോട് കടന്നുപോയി സമാധാനമില്ലാതെ വിവിധ ബന്ധനങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. ഞാൻ പറയട്ടെ, നീ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുക, പൂർണ്ണമായി യേശുവിന്റെ രക്തത്തിൽ നീ വിശ്വസിക്കുക. യേശു 6 സ്ഥലത്ത് നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. 6 സ്ഥലത്ത് രക്തം ചൊരിഞ്ഞെങ്കിൽ ഹല്ലേലൂയ, അവൻ 6 മണിക്കൂർ നിനക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങി 6 അനുഗ്രഹങ്ങളെ രക്തത്തിലൂടെ നിനക്ക് തന്നു. നിങ്ങൾ ആ ഭാഗം നിങ്ങൾ ചിന്തിച്ച് വായിച്ച് പഠിച്ച് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വിശുദ്ധ ജീവിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽ കണ്ണുകളടച്ചാട്ട് കഷ്ടതയുടെ, കഷ്ടപ്പാടിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്ന, പാപത്തിന്, ശാപത്തിന്, രോഗത്തിന്, ബന്ധനം അകപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ വേണ്ടി ഇന്ന് പകൽ ദൈവം വിടുതലയക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കേരളത്തിലെ 4 ജില്ലകളെ 3,46,00,000 ജനതലമുറകൾ എണ്ണത്തിൽ പെടാത്തവരെ, അന്യവസ്ഥാന തൊഴിലാളികളെ നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളെ, 7 കേന്ദ്രപ്രദേശങ്ങളെ, 140 കോടിയിലധികം വരുന്ന ജനത്തിനായി 6 ലക്ഷത്തിലെ ഗ്രാമങ്ങൾക്കകത്ത് കർത്താവിന്റെ രക്തമടയാളമായി, ജനത്തിന്റെ അടയാളമായി പാപത്തിന് ജനത്തെ വിടിവിക്കാൻ പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലധികം ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിലും, ബാല്യത്തിലും, കൗമാരത്തിലും, യൗവനത്തിലും, വാർദ്ധക്യത്തിലും, ധ്യാനം, വൃത്തരും, അശ്രദ്ധ, യാചക, ഓർഫനേജ്, വോൾട്ടേജ് തടവറയിൽ കിടക്കുന്നവർ പാപത്തെ ശുദ്ധീകരിപ്പാൻ യേശുവിന്റെ രക്തം മതിയായതെന്ന് വിശ്വസിച്ച് മടങ്ങി വരട്ടെ. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, കർത്താവ്, ഗവർണർമാർ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSF, CRP, ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, ജുഡീഷ്യറി, എല്ലാ വിഭാഗങ്ങളെയും
കരയിലും കടയിലും ആകാശമാർഗം വാഹനം പിടിക്കുന്ന യാത്ര ചെയ്യുന്ന വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തെ ആളുകൾ, ഖനികളും കമ്പനികളും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായ വ്യാപാരികളും വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാരെയും കർത്താവ് കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെക്കാനിക് മേഖല രംഗത്തും, അല്ലുരിയ കർത്താവ് ട്രേഡ് രംഗത്തും, അല്ലുരിയ ആമേ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ്മാർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. സകല മേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ആമി കർത്താവ് സകല പൊതുമേഖലയിലുമായിരിക്കുന്നവർ, എല്ലാ സയന്റിസ്റ്റ് എഞ്ചിനീയർ, എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ സയന്റിസ്റ്റ് എഞ്ചിനീയർമാരെ, സാമൂഹ്യ സംസ്കാര സംഘടന മാധ്യമ മീഡിയ നിൽക്കുന്നവർ, ദേശരാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി കഷ്ടം സഹിക്കുന്നവർ, ഭാരങ്ങൾ അനുഭവിക്കുന്നവർ, വേദനകൾ കടന്നു പോകുന്നു, വിസ നഷ്ടപ്പെട്ട് നാട്ടിൽ കടന്നുകൾ ഭാരപ്പെടുന്നവർ, സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. ആ വിദേശ രാജ്യത്ത് കടന്നുപോയി പീഡനം അനുഭവിക്കാൻ സൗരന്മാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥികർത്താവ് ഈ ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ശുദ്ധീകരണം നൽകി അവരുടെ പാപത്തെ മറച്ചവരെ ശുദ്ധീകരിച്ച് നിത്യജീവനെ പകരുന്ന യേശുവിന്റെ രക്തവർക്ക് അടയാളമായി തീരുവാൻ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാൻ കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ വിശുദ്ധ മാന്ദിരമായ ജനം തീർക്കപ്പെടേണ്ടതായി ഞാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സകലം വക്തുവിട്ടുക്കണമേ. കർത്താവ് ദേശത്തും വിദേശ കർത്താവിന് വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ മക്കൾ, തലമുറകൾ, ആമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ മുഖാന്തരം ഇന്നും കഷ്ടത അനുഭവിക്കുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നുണ്ട്, അവർക്കൊക്കെ ഒരു വിടുതലായി തീരണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ ജനത്തെ ശുദ്ധീകരിക്കണമേ. പാപത്തെ പരിഹരിച്ച് ശുദ്ധീകരണം കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവിന്റെ മണവാട്ടികളായി ജനത്തെ തീർക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.